ഇന്നത്തെ പഞ്ച് ഡയലോഗിൽ മിഥുൻ രമേശ്. ജോഷിയുടെ മോഹൻലാൽ ചിത്രം റൺ ബേബി റണ്ണിൽ മിഥുൻ രമേശ് ഒരു പ്രധാന കഥാപാത്രം കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് മിഥുൻ രമേശ് നമ്മളോടൊപ്പം പഞ്ച് ഡയലോഗിൽ ചേരുന്നു. മിഥുൻ, വീഗാൻ മൂവി ബസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, റൺ ബേബി റണ്ണിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം അതിലെ ക്യാരക്ടറിനെ കുറിച്ച് തന്നെ പറഞ്ഞു. ക്യാരക്ടറിന്റെ പേര് ഒരു അഡ്വക്കേറ്റിന് കൊടുക്കാവുന്ന ഏറ്റവും വൃത്തിയുടെ പേരാണ്, അഡ്വക്കേറ്റ് മണിലാൽ. ശരിക്കും ഒരു അഡ്വക്കേറ്റ് മണിലാൽ എന്നുള്ള പേര് വന്നപ്പോൾ തന്നെ സച്ചേട്ടനോട് ഞാൻ ചോദിച്ചു, സച്ചേട്ട പേരിന് കുറച്ചുകൂടി ഒരു യൂത്ത് ഫീൽ കൊടുക്കാൻ പറ്റില്ല. ഇവന് എന്താന്ന് വെച്ചാൽ ഇതൊരു ഇന്നർ ഗെയിംസിൽ ഒരുപാട് കളിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം. അപ്പോൾ വളരെ സാധാരണമായിട്ട് ഇപ്പം അതിനകത്ത് ഒരു ഡബിങ് പാറ്റേണിൽ പോലും അങ്ങനത്തെ ഒരു കാര്യം പിടിച്ചു വേണം ചെയ്യാനെന്ന് സച്ചേട്ടനും ജോഷി സാറും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അമല പോളിൻ്റെ കസിനാണ് ആ ക്യാരക്ടർ. അതൊരു പക്ഷേ കുറച്ച് കഴിഞ്ഞാണ് റിവീൽ ആവുന്നത് ആ പടത്തിൽ. അപ്പോൾ ഈ ഒരു കസിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അമലയുടെ ഒരു നേട്ടം നോക്കുന്നതിനോടൊപ്പം കുറച്ച് കാശുണ്ടാക്കണം, ഒരു ഇൻഫോമർ എന്നൊക്കെ പറയാവുന്ന ക്യാരക്ടറാണ്. ഒരു പക്ഷേ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുള്ളതുകൊണ്ട് ചില ഉൾക്കളികൾ അറിയാൻ പറ്റും. അപ്പം ചാനലുകൾക്ക് എക്സ്ക്ലൂസീവ് കൊടുക്കാനൊക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അഡ്വക്കേറ്റ് മണിലാൽ. പിന്നെ അത് ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ ആ ക്യാരക്ടറിനുള്ള റെലവൻസും കാര്യങ്ങളൊക്കെ കണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു മൂവി പ്രോജക്റ്റ് കിട്ടിയപ്പോൾ ഫാസിനേറ്റ് ചെയ്ത കാര്യം എന്താ? ജോഷി സാർ ആണോ, ഒന്ന് മോഹൻലാൽ ആണോ, അതോ ക്യാരക്ടറാണോ? എല്ലാം പറയാൻ പറ്റില്ല, ഒരെണ്ണം ജോഷി. അല്ലല്ലേ സംതിങ്. ശരിക്കും പറഞ്ഞാൽ ജോഷി സാറിൻ്റെ കൂടെ എൻ്റെ മൂന്നാമത്തെ ചിത്രമാണ്. റൺവേ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ചിത്രം ജോഷി സാറിൻ്റെ കൂടെ. അത് കഴിഞ്ഞ് I took 8 year hiatus, ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ ദുബായിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ജോഷി സാറിൻ്റെ പടത്തിലൂടെയാണ്, സെവൻസ് എന്ന് പറഞ്ഞ പടത്തിലൂടെയാണ്. I came back after 8 years. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ലാലേട്ടൻ്റെ കൂടെയും അഭിനയിച്ചിട്ടുള്ള എൻ്റെ ഫസ്റ്റ് പടം ലാലേട്ടൻ്റെ കൂടെയാണ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞ് ഞാൻ ഒരു ചെറിയ ക്യാരക്ടറായിരുന്നു, താണ്ഡവം എന്ന് പറഞ്ഞ പടത്തിലും ലാലേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ കുറേ നാളായിട്ട് അഭിനയിക്കുന്നില്ലെങ്കിലും അവിടെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. മിക്കവാറും അവിടെ ഉണ്ടെങ്കിൽ പോയി ചെന്ന് കണ്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കോംബോ ആണ്. ഇപ്പം ചോദിച്ച ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ജോഷി മോഹൻലാൽ കോംബോയുടെ കൂടെ അതിനകത്തൊരു വ്യക്തമായ ക്യാരക്ടറുള്ള ക്യാരക്ടർ, ഒരു പക്ഷേ ഒരു സീൻ റെലവൻസ് അല്ലാണ്ട് ഒരു ഫുൾ സ്ക്രിപ്റ്റിൽ റെലവൻസ് വരുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഓക്കെ, ഇപ്പം എത്ര വർഷമായി കാണും ഇപ്പം ഇത് വന്നിട്ട്? ഇൻഡസ്ട്രി വന്നിട്ടാണെങ്കിൽ കുറച്ചേരായി. പക്ഷേ ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് ഫസ്റ്റ് ഒരു മൂവി അറ്റംപ്റ്റ് എന്ന് പറയാനുള്ളത്. മാത്രമല്ല ആദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ ടി വിയോ അല്ലെങ്കിൽ എന്താ പറയണേ നമ്മുടെ കൊച്ചിലെ ഉള്ള അഭിനയമൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് ഒരു മെയിൻ മൂവി എൻട്രി എന്ന് പറയാനുള്ളത്. അപ്പോൾ ഫാസിൽ സാറിൻ്റെ പടം അത് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു 2000 ആണ്, 2000 ആണ്ടിലാണ്. അവിടെ നിന്നിട്ട് ഇപ്പൊ 12 വർഷമായി. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു 2004 2004 ഈ സിനിമയുടെ ഒരു എന്നുവെച്ചാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു 2023 ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രായം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി എപ്പോഴും ഉള്ളിലുണ്ടാവും. ഇത് വേണോ അത് വേണോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ചും എന്തായിരുന്നു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലിയുടെ മൊത്തം ചുമതല നമുക്കാണെന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് തോന്നി ഇറ്റ്സ് ബെറ്റർ ടു മേക്ക് മണി, ഗെറ്റ് സെൽഡ് ആൻഡ് ദെൻ കം ബാക്ക് ടു മൂവീസ്, ഫോളോ യുവർ പാഷൻ ആഫ്റ്റർ ദാറ്റ് എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ സമയത്ത് ഒരു ബ്രേക്ക് എടുക്കാം എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. പിന്നെ ഇനീഷ്യൽ സ്റ്റേജസിൽ നോക്കിയാൽ മിക്ക സിനിമകളും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ നമ്മളിലും അങ്ങനെയൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ അങ്ങനെ കാണുമ്പോൾ മിഥുനെ കാണുമ്പോൾ അങ്ങനെ ഡയറക്ടേഴ്സിന് അങ്ങനെ ആൾക്കാർക്ക് തോന്നുന്നുള്ളൂ? പക്ഷെ എങ്ങനെയായാലും നെഗറ്റീവ് ആണെങ്കിലും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇതിലായിരിക്കും എപ്പോഴും കിട്ടുന്ന റോൾസ് എല്ലാം അല്ലെ, ഒരു ടേണിംഗ് പോയിന്റ് വരുന്ന. എങ്ങനെയാണ് ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ്സ് ചൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആക്ച്വലി ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു ചൂസ് റൈറ്റ് നൗ. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇന്നലെ ഇപ്പം ഞാൻ സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഇനി ഒന്ന് സെലക്റ്റീവായിട്ട് തന്നെ ചെയ്യണം. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം സാറ് പറഞ്ഞത് വരെ ഞാൻ അതിനും കൺവിൻസ്ഡും അല്ല. ശരിക്കും പറഞ്ഞാൽ ജോഷി സാറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ ഞാനൊരു പൊസിഷൻ ഇൻ ചൂസ് അല്ലൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വിളിക്കുമ്പോൾ ഇഫ് ദാറ്റ് ഇസ് ഗുഡ് ആൻഡ് മൈ ഡേറ്റ്സ് ആർ ഓക്കെ, ഞാൻ പോയി ചെന്ന് ചെയ്യുന്നല്ലാണ്ട് അതിനകത്ത് ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുന്നില്ല. വരുന്നത് അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് നന്നാവുന്നു എന്നുള്ളത് മാത്രമാണ്. റൺ ബേബി റൺ ആക്ച്വലി ഇറ്റ്സ് ദ മോസ്റ്റ് കറന്റ് മൂവി. ഇപ്പം അതിന്റെ ടാഗ് ലൈനിൽ പറയുന്ന പോലെ തന്നെ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാത്ത സിനിമയാണല്ലോ. അതുകൊണ്ട് ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ മൂവി അങ്ങനെയൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ഈ റൺ ബേബി റൺ എന്ന് പറയുന്ന പടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും കറണ്ട് ഇഷ്യൂസ് ആണ്. അതിനകത്ത് ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ വരെ, ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ ഇറ്റ് ഫോർ ദ വ്യൂവേഴ്സ്, സത്യം പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ വരെ ഇപ്പം കറണ്ട് മീഡിയയിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടാണ് ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ വരെ. അത്ര
ബേസിക് ആയിട്ടുള്ള ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സച്ചിയേട്ടൻ്റെ റിസർച്ച്, ജോയ് സാറിൻ്റെ മേക്കിങ്ങിലുള്ള റിസർച്ച് ഒക്കെ അതിനകത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പലപ്പോഴും ഞാൻ മീഡിയയിലാണ് അവിടെ ദുബായിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും ആലോചിക്കുമ്പോൾ ഈ സംഭവമൊക്കെ എങ്ങനെ അറിയാം, ഇതിന് വേണ്ടിയിട്ട് ഒരു പക്ഷെ ഒരു 10 വർഷമൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളൊക്കെ ഈ സാധനം പഠിക്കുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. ആ ഒരു സാധനമൊക്കെ റിസർച്ച് ചെയ്ത് പഠിച്ച് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതാണ് മീഡിയ ഈസ് ദ ബേസിക് തീം ഓഫ് ദ മൂവി. ഇന്നത്തെ മീഡിയയാണ്, അതിൻ്റെ ഒരു സോഷ്യൽ റിലവൻസ് ഉണ്ട്, ഒരു പക്ഷേ പൊളിറ്റിക്കൽ റിലവൻസ് ഭയങ്കരമായിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് അതിനോടൊപ്പം തന്നെ ഒരു എഡ്ജ് ഓഫ് ദ സീ ത്രില്ലറിന്റെ ലൈനിലാണ് സാധനം പോകുന്നത്. ഓക്കെ. ഇപ്പം മിഥുൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിന് ഒരു സ്വയം എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയിരുന്നു ക്യാരക്ടറിൽ? അങ്ങനെയല്ല. ഇപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ സ്ക്രിപ്റ്റിൽ കാണുമ്പോൾ ആൾക്കാർ മിക്കവാറും അബ്രീവേഷൻസിന്റെ കാര്യമാണ് മിക്കവാറും നമ്മുടെ അടുത്ത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. ഞാനും ഗൂഗിൾ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാറ്. അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഒന്നും അതിന്റെ ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലൈവിലിരിക്കുന്ന സമയത്തുള്ള എന്തെങ്കിലും ചെറിയ ചില കാര്യങ്ങളോ അത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഒരു ടെലിപ്രോംപ്റ്റർ എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ മൂവ് ചെയ്യുന്നത് ചെറിയ ചില കാര്യങ്ങൾ അത് പലർക്കും അറിയില്ല. കാരണം നമ്മൾ അകത്തുള്ളതായതുകൊണ്ട് അറിയാം ടെലിപ്രോംപ്റ്റർ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ ഇതിൽ ഏതായിരുന്നു ഫസ്റ്റ് ഷോട്ട് വന്നത്? ആദ്യം ചെയ്യുന്ന ഷോട്ട് ശരിക്കും പറഞ്ഞാൽ ആ പാർക്കിംഗ് ലോട്ടിലെ സീനാണ്. അതായത് ഞാൻ വന്ന് ലാലേട്ടനെ കൊണ്ടുവന്നിട്ട് ഒരു ഓപ്പറേഷന്റെ കാര്യം പറയുകയാണ്. ശരിക്കും ഫസ്റ്റ് ഷോട്ട് തന്നെ ലാലേട്ടൻ്റെ കൂടെ കാറിലിരുന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് ഇറങ്ങുന്നതായിരുന്നു. എന്നിട്ട് ആ സീനാണ് എടുത്തത്. ലാലേട്ടൻ എത്രയോ നാളിന് ശേഷം അമലയെ കാണുന്ന ആ സീക്വൻസ് ഒരു പക്ഷേ സിനിമയിലെ ഏറ്റവും പിവട്ടൽ ആയിട്ടുള്ള ഒരു സീനാണ്. വളരെ രസകരമായിട്ട് R.D. രാജശേഖർ ക്യാമറയിൽ ചെയ്തിട്ടുള്ള ഒരു സീക്വൻസ്. എങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ ചെയ്തപ്പോൾ വളരെ ഇപ്പോൾ ക്ലൈമാക്സ് ആയാലും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇതുണ്ട്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു സീൻ എന്തായിരുന്നു ഇതിൽ? അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരുപാട് പെർഫോമൻസിൽ ഒരുപാട് അങ്ങനെ അങ്ങ് കൂട്ടിച്ചേയേണ്ട ഒരു സാധനമില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ കൂടെ നിൽക്കുമ്പോൾ യു ഫീൽ ഇന്റിമിഡേറ്റ്. നമുക്കൊരു ചെറിയ പേടി എന്തായാലും വരും. കാരണം സ്ക്രീൻ സ്പേസിൽ ഇദ്ദേഹം എന്തായാലും ഇപ്പം ഞാനിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കവേ നമ്മളെപ്പോഴും നമ്മളെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. നമുക്ക് എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ വിൽ ബി ഫോക്കസ്ഡ് ഓൺ അവർസെൽവ്സ്. പക്ഷേ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ സ്ക്രീനിൽ വന്നാൽ ഇനി ഞാൻ എന്തിപ്പുറത്ത് ചെയ്താലും നമ്മുടെയൊക്കെ ഒരു പക്ഷേ ഒരു പാഷനായിരിക്കും അല്ലെങ്കിൽ ഒരു ഫാൻഡം ആയിരിക്കാം. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ സ്ക്രീനിൽ. അപ്പം അവിടെ എന്ത് ചെയ്ത് നമ്മളെ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ആകെ ചെയ്യാം. ഒരു പക്ഷേ ആരായാലും സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു സക്സസ്ഫുൾ ആയിട്ടുള്ള നടന്മാരാണ് ബിജു മേനൻ, സായി കുമാർ, സിദ്ദിഖ്. ഓപ്പോസിറ്റ് നിന്നാലും അവരും അതേ രീതിയിൽ ജഗദീഷ് ശ്രീകുമാർ ഉറപ്പാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ പടത്തിന്റെ വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവിടെ ഒരു പക്ഷെ അതിലെങ്ങനെ നിൽക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ചലഞ്ച്. ആ സീക്വൻസിലൊക്കെ ഇപ്പൊ ലാലേട്ടൻ്റെ അടുത്ത് ചൂടാവുന്ന സീക്വൻസിലൊക്കെ പുള്ളി എന്തായാലും അതിന്റെ ഓപ്പോസിറ്റ് അതിനേക്കാളും റൈസ് ആവുന്നറിയാം. അപ്പം നമ്മളൊരു ലെവലിട്ട് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ മോഹൻലാലാണ് നമ്മൾ ഒരുപാട് ചൂടാക്കുന്ന ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അതും സ്പോട്ട് ഇംപ്രവൈസേഷൻ ഒക്കെ ഒരുപാട് ചെയ്യുമായിരിക്കും അല്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? അതെ, എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഹീസ് എ ഡയറക്ടേഴ്സ് ആക്ടർ ആസ് ഫാർ ആസ് ഐ നോ. ലാലേട്ടനെ എനിക്ക് മനസ്സിലായിരുന്നു, ലാലേട്ടൻ ഡയറക്ടറിന് വേണ്ടിയിട്ടാണ്. ഡയറക്ടർ എത്ര നോച്ച് പെർഫോമൻസ് ഹൈ വേണം അല്ലെങ്കിൽ ഒരു ഡയറക്ടറാണ് ലാലേട്ടൻ്റെ അടുത്ത് പറയണത് എന്താണ് വേണ്ടതെന്നുള്ളത്. ആൻഡ് ഹി ഡെലിവേഴ്സ് ഇറ്റ്. അതാണ് ലാലേട്ടൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഇംപ്രവൈസേഷൻ ഉണ്ടെങ്കിൽ പോലും ഹീസ് ഓഫൻ ഒരു പക്ഷേ ഡയറക്ടറുമായിട്ട് ചോദിച്ചതിന് ശേഷം പുള്ളി ചെയ്യത്തുള്ളൂ. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് ഇപ്പുറത്തെ ആർട്ടിസ്റ്റ് കംഫർട്ടബിൾ ആണ്. നമ്മളത് റിഹേഴ്സലിൽ കണ്ടു കഴിഞ്ഞിരിക്കും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ലാൽ സാറിനെ പോലെ മിഥുൻ കുറേ സീനിയർ ഡയറക്ടേഴ്സിന് കൂടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ, കുറേ വർഷങ്ങളായി. അപ്പോൾ ആസ് എൻ ആക്ടർ എന്തായിരുന്നു ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് ഇതുവരെ എന്തായിരുന്നു ഒരു ലെസൺ ആയിട്ട് കിട്ടിയത്? എവരിബഡി ഈസ് ഡിഫറെൻ്റ് എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡയറക്ടറിനോട് നമുക്ക് കിട്ടുന്നത് ഒരു ഫസ്റ്റ് ഷോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സീനിലാണ് നമ്മൾ അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യുന്നത്. ഒരു പക്ഷേ അത് ജോസ് സാറിന്റെ കാര്യത്തിൽ നമുക്ക് ദൈവാനുഗ്രഹിച്ച് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മൂന്നാമത്തെ പടം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഒരു പക്ഷേ അറിയില്ല മറ്റു ഡയറക്ടേഴ്സിൻ്റെ കൂടെ അത് പറ്റിയിട്ടുണ്ടെന്ന്. കാരണം അതിന് ആൾക്കാർ രണ്ടാമത് വിളിക്കണം എങ്കിലേ അറിയുള്ളൂ. പക്ഷേ എന്നാലും പറയണമെന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് സീനിൽ നമ്മൾ ശരിക്കും അവരെ എങ്ങനെ ഇംപ്രസ് ചെയ്യുന്നു, വാട്ട് ദേ വാണ്ട്, ആർ വി ഗിവിങ് ദാറ്റ് എന്നുള്ളതാണ്. ഒരു പക്ഷേ ആസ് എൻ ആക്ടർ ദേ എക്സ്പെക്ട് യു ടു ഡു സംതിങ്. അത് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സാധനം. പിന്നെയാണ് നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. ഞാൻ ഡയറക്ടേഴ്സിന് എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ everyone is different and they have different tastes in actors. അപ്പോൾ അവരെ അനുസരിച്ച് നമ്മൾ മോൾഡ് ചെയ്താലേ പറ്റുള്ളൂ. That's why you are called an actor. You have to mold according to the character, mold according to the director.
ഓക്കെ. അപ്പം ഇപ്പൊ ഇത്രയും വർഷമായിട്ടുണ്ട്, പല ക്യാരക്ടേഴ്സും ചെയ്തു. അപ്പൊ ഇപ്പൊ തോന്നിയിട്ടുണ്ടോ ആ വന്ന സമയത്ത് നിന്നും സിനിമ, മലയാളം സിനിമ ഇപ്പൊ ഒരുപാട് ചേഞ്ച് ചെയ്തു? അല്ലോട്ട് ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ന്യൂ ജനറേഷൻ സിനിമ എന്ന് വരെ പറഞ്ഞു തുടങ്ങിയ ഒരു കാലം ആലോചിച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ നമുക്ക് ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ ദുബായിൽ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ടു. അപ്പം പറഞ്ഞു വന്നപ്പം ഫിലിം ഫെയറിൻ്റെ ഒരു പഴയ അപ്പം പറഞ്ഞു നിങ്ങളുടെ അത്ര ഇവോൾവ് സിനിമ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി, അത് നമ്മുടെ അത്രയും ക്ലോസർ ടു ലൈഫ് ആയിട്ടുള്ള സിനിമ വേറെ ഇല്ലെന്നുള്ളത്. നമ്മൾ പലപ്പോഴും മറ്റ് സിനിമകളെ കോപ്പി അടിച്ചും അല്ലെങ്കിൽ മറ്റ് സിനിമകളുടെ പിറകെ പോയും ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ അത് വില മനസ്സിലാവാതെയാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ നല്ല പടങ്ങൾ വരുമ്പോൾ ഹിന്ദി ആയാലും ഇപ്പം ഹിന്ദിയിൽ വന്നിരിക്കുന്ന വേവ് തന്നെ ആലോചിച്ചാൽ മതി. ഹിന്ദിയിൽ ഇപ്പം വന്നിരിക്കുന്ന വേവ് നമ്മുടെ പടങ്ങൾ അതുപോലെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക, നമ്മുടെ അല്ലെങ്കിൽ തമിഴ് പടങ്ങൾ അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. ഇടയ്ക്ക് നമ്മളൊരു തമിഴിനെ ഭയങ്കരമായി ആരാധിച്ചിരുന്നൊരു സമയമുണ്ട്. ഇന്നും തമിഴ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവരിവിടെ ഇറങ്ങുന്ന പടമാണ് കാണാൻ പോകുന്നത്. അവരിവിടെ ഇറങ്ങുന്ന പടത്തിൽ വരുന്ന ചേഞ്ചുകളാണ് അവരെപ്പോഴും കാണുന്നത്. ഇന്നും നമ്മുടെ സിനിമ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കറക്റ്റായിട്ട് കഥാപാത്രങ്ങൾക്ക് വില കൊടുക്കുന്ന സിനിമ നമ്മളത് തന്നെയാണ്, നോ ഡൗട്ട്. അതിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് നിന്ന് ഇന്ന് വരെ എത്തി എന്നുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ഓൾ ദ ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ആക്ടേഴ്സ്, എവറി വൺ ഹാസ് ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്. എന്നിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ അതിനനുസരിച്ച് മാറി വരികയാണ്. അതാണ് ഇപ്പം കാണുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ഇടയ്ക്കൊരു കാലഘട്ടം എനിക്കറിഞ്ഞൂടാ, നമുക്ക് ഒരുപക്ഷെ ടി വിയുടെ ഒരുപക്ഷെ ഒരു ചാനൽ വാറിൻ്റെ അഡ്വെൻ്റ് ഒക്കെ വന്ന സമയത്തോ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും കണ്ടു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ കാണാൻ തിയേറ്ററിൽ ആൾക്കാർ പോകുന്നത് കുറവായിരുന്നു. പക്ഷെ ഇന്നത്തെ കളക്ഷൻ റെക്കോർഡുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, റൺ ബേബി ആണെങ്കിലും മായാമോഹിനി ആണെങ്കിലും കളക്ഷൻ റെക്കോർഡ്സ് കാണുമ്പോൾ അറിയാം ആൾക്കാർ തിയേറ്ററിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. തിയേറ്റേഴ്സ് ഹാവ് ഇംപ്രൂവ്ഡ്. എല്ലാം കൊണ്ടും ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഇനി അങ്ങോട്ട് പോകുന്ന ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 80-ലോ 90-ലോ ഒക്കെ നമ്മൾ അനുഭവിച്ച ഒരു ഗോൾഡൻ ഇയറയുണ്ട്. ആ ഒരു ഇയറയിലോട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഇന്ന് യങ്സ്റ്റേഴ്സാണ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വരുന്നുണ്ട്, യങ്സ്റ്റർ ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ മേജർ ഡയറക്ടേഴ്സ് എല്ലാവരും ദേ തിങ്ക് മോർ യങ് ദാൻ ദീസ് യങ് ഡയറക്ടേഴ്സ്. അപ്പോൾ അതാണ് ഈ വന്ന എവല്യൂഷൻ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. നമ്മൾ ഒരുപക്ഷെ അതിനാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി യൂസ് ടു ലുക്ക് അപ്പ് ടു ഹിന്ദി സിനിമ. നമ്മൾ ഹിന്ദി സിനിമ എന്ത് ഗ്ലാമറസ് ആയിട്ടാണ് ചെയ്യുന്നത്, അൺറീച്ചബിൾ. ഇന്ന് നമ്മളത് കണ്ടിട്ട് നമ്മളതിനെ പുച്ഛിക്കുകയാണ്. കാരണം ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഹൗസ്ഫുൾ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ വർഷം മുമ്പ് കണ്ട മാട്ടുപ്പെട്ടി മച്ചാനാണ്. അല്ലെങ്കിൽ ഇപ്പം കാണുന്ന പല പടങ്ങളും നമുക്ക് നേരത്തെ നമ്മൾ മലയാളത്തിലോ തമിഴിലോ കണ്ടതാണ്. എന്തിന് നമ്മുടെ ഡയറക്ടറായ പ്രിയദർശൻ അവിടെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ട് ഒരുപക്ഷെ ഇന്ന് നമ്മൾ റീറൺ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പടങ്ങളാണ് ഇപ്പൊ അവിടെ പോയി ഹിറ്റാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ പടം തന്നെയാണ് ഏറ്റവും ടോപ്പ് എന്നുള്ളത്. അപ്പം ആ ഒരു ചേഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ അവർക്ക് കാശ് കൊടുക്കേണ്ട കാര്യമില്ല, നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് തന്നെ കാശ് കൊടുക്കാം എന്നുള്ള ഒരു ധാരണ വന്നിട്ടുണ്ട്. ഇപ്പം ഒരു സപ്പോസ് ഒരു 3 സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പൊ കുറെ സിനിമകൾ ഇമ്പോർട്ടന്റ് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണ് ആസ് ആൻ ആക്ടർ ഇവോൾവ് ചെയ്യാൻ കൂടുതൽ ഹെൽപ്ഫുൾ? തീർച്ചയായും മറ്റേതാണ് എന്ന് വെച്ചാൽ രണ്ടാമത് പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ ഹീറോ ഒരു എപ്പോഴും ഹീറോയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇമേജസ് ആണ്. ഇപ്പം വളരെ കുറച്ച് പേരേ ഉള്ളൂ ആ ഇമേജ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പല ആൾക്കാരും എന്താണെന്ന് വെച്ചാൽ ആ ഇമേജിൽ സ്റ്റക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് വലിയ പാടാണ്. പിന്നെ സ്ക്രീൻ സ്പേസ് ഫോർ എ ഹീറോ ഇസ് ഗ്രേറ്റ്. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം. പക്ഷേ ആസ് എ ലേണിംഗ് ആക്ടർ ഐ വുഡ് ഓൾവേസ് ചൂസ് ടു ബി ഇൻ ദ ബാക്ക് ലൈൻ റാദർ ദാൻ ദ ഫ്രണ്ട് ലൈൻ. കാരണം എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോഴേ എനിക്ക് ഒരുപക്ഷെ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ എനിക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി അല്ലെങ്കിൽ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ റൺ ബേബി റൺ ചെയ്യുമ്പം എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ 7 ചെയ്ത ഒരു ആക്ഷൻ പോലും ഇതിനകത്ത് ഇമിറ്റേറ്റ് ചെയ്യരുത് എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം ഒരുപക്ഷെ ഒരു ഹീറോ ആണെങ്കിൽ ഒരു പക്ഷെ ഡയറക്ടർ വരെയും ഡിമാൻഡ് ചെയ്യും മറ്റേത് ഇതിനകത്ത് വരണേ എന്നുള്ള രീതിയിൽ പോലും പറയുന്നുണ്ടാവും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് നമുക്ക് ഒന്ന് പരീക്ഷിക്കാൻ പറ്റുന്ന അവസരമുണ്ട്. അധികം ഫിലിം തിന്നാതെയാണെങ്കിൽ നല്ല രീതിയിൽ ഡിജിറ്റലും കൂടി ആയതുകൊണ്ട് നമുക്ക് ആ പരീക്ഷണങ്ങൾ നടത്താം. അങ്ങനെ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ വി ക്യാൻ ആക്ച്വലി കമ്പയർ ആൻഡ് സ്റ്റഡി. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മാത്രമല്ല ഇപ്പം 2 പടം ഒരുമിച്ച് ഇറങ്ങുമ്പോൾ ഒരു ഹീറോയുടെ നമുക്ക് ഒരുമിച്ച് ഒരിക്കലും കാണാൻ പറ്റിയെന്ന് തന്നെ വരില്ല. കാരണം എന്ന് വെച്ചാൽ ഈ 2 പടവും ഒരുമിച്ച് വരുമ്പോൾ തന്നെ ഈ രണ്ടും ഒരേപോലെ ഇരുന്നെന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ലുക്സിലൊക്കെ ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ട് വേണം അവർക്ക് ഇത് ചെയ്യാൻ. ഇത് നമ്മുടെ 2 പടം വരുമ്പോൾ 2 ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെ കണ്ടുള്ളൂ, പ്രശ്നമില്ല. പിന്നെ റിസ്ക്കും കുറവാണ്.
അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹീറോയുടെ പടം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത 4 പടത്തിൽ ഒരെണ്ണമെങ്കിൽ ഹിറ്റ് ആയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. അതേസമയം നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. യു ക്യാൻ ഓൾവേസ് ഡു അതാണ്, അങ്ങനെ പറയുള്ളൂ. പടം എത്ര നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമ്മുടെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ചൂസ് ചെയ്യാൻ? പ്രൊഡക്ഷൻ കമ്പനി ഏതാണ്, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എൻ്റെ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് നോട്ട് യർ ടൈം ടു ചൂസ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഐ പ്രിഫർ ഞാനിപ്പം ചെയ്തൊരു ക്യാരക്ടർ റിപ്പീറ്റ് ചെയ്യേണ്ട എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇപ്പം കൂടെ നടന്ന് അവസാനം വരെയും പോവുക, ഒന്നെങ്കിൽ അവസാനം നല്ലവനാവുക അല്ലെങ്കിൽ അവസാനം വില്ലനാവുക എന്ന് പറയുന്ന ഒരു സാധനം ഇനി ചെയ്യണമെന്ന് വലിയൊരു താല്പര്യമില്ല. കാരണം ഐ ഹവ് ഡൺ ഇറ്റ് എന്നുള്ളത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ ഒരു ചോയ്സിൽ മനസ്സിൽ വരികയാണെങ്കിൽ. എന്തെങ്കിലും ഒരു ചോയ്സ് എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഇപ്പം ചോദിച്ചതുപോലെ മലയാള സിനിമയുടെ അത്രയും അഡ്ജസ്റ്റബിൾ ആയിട്ട് ഏതുണ്ട് സിനിമ. വി ഓൾവേസ് നമ്മൾ മറ്റേ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് മാനേജറിനെ വെച്ചുള്ള ഒരു കൾച്ചറൊന്നുമില്ല. നമ്മുടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. അത്രേ ഉള്ളൂ. സിനിമയിൽ ഇപ്പം ആക്ടിങ് അല്ലാതെ വേറെ ഏതെങ്കിലും സെക്ഷൻസ് ഫാസിനേറ്റ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഓർ അങ്ങനെ എന്തെങ്കിലും? ഞാൻ പറഞ്ഞില്ലേ, എവറിത്തിങ് ഇസ് ഫാസിനേറ്റഡ് മീ അബൌട്ട് സിനിമ. സിനിമ എന്ന് പറയുന്നത് ഞാനൊരു 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു ക്യാമറ ഫേസ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, വിദ്യ എന്ന് പറഞ്ഞ ഒരു സീരീസ് നമ്മുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുക. അപ്പോൾ അതിനകത്ത് ധർമ്മരാജയുടെ ചെറുപ്പം, രാജാ യേശുദാസിൻ്റെ ചെറുപ്പം ചെയ്യാനായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അന്ന് തൊട്ട് സിനിമ എന്ന് പറയുന്ന സാധനം എന്നെ ഭയങ്കരമായിട്ട്, കാരണം അന്നാണ് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാവണം, ഇങ്ങനൊരു സാധനം 10 തവണ എടുത്തിട്ടൊക്കെയാണ് ഇതിങ്ങനെ ഒരുമിച്ച് വരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആണ് സിനിമയിൽ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സിനിമയെക്കുറിച്ച് പഠിക്കാൻ. അതുകൊണ്ട് എല്ലാ മേഖലകളും എന്നെ ശരിക്കും പറഞ്ഞാൽ പ്രേമിപ്പിച്ചിട്ടുണ്ട്. പല സുഹൃത്തുക്കളുടെയും കൂടെ നിന്ന് പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത് എന്നാണേലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഫ്യൂച്ചർ നമുക്ക് പലതും എക്സ്പെക്ട് ചെയ്യാൻ മിഥുന്റെ വേറെ പല സെക്ഷൻസ് ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് അപ്പോൺ ഗോഡ്. നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാണ് അതൊക്കെ. ഇറ്റ് വിൽ ടേക്ക് മീ വെയർ ഐ വാണ്ട് ടു ഗോ. ഓക്കേ, കമ്മിങ് ബാക്ക് ടു റൺ ബേബി റൺ, കോ-സ്റ്റാർസിനെ കുറിച്ച് പറയും. കോ-സ്റ്റാർസ് ലാലേട്ടൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഓൾവേസ് ഞാൻ എന്നും ആരാധിക്കുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് മലയാള നടനാണ്. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രിവിലേജും. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഹീസ് ദ കൂളസ്റ്റ് ഗൈ ഓൺ ദ സെറ്റ്. ഈ ബാക്കി ആരെക്കാളും കൂളായിട്ട് അപ്പുറത്ത് കാരവൻ കിടന്നാൽ പോലും ഇവിടെ വന്ന് സെറ്റിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സംസാരിച്ച് അങ്ങനത്തെ ഒരു വളരെ കൂളായിട്ടുള്ള കക്ഷി. അമല വാസ് ഗ്രേറ്റ്. അമല ശരിക്കും പറഞ്ഞാൽ അമലയുടെ മൈനയൊക്കെ കണ്ട് നമുക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട്. അമല വാസ് വെരി ഡൗൺ ടു എർത്ത്. എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനി അടിച്ച് അവിടെ കോമഡി അടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് വി യൂസ് ടു ഷെയർ എ ഗുഡ് സ്ക്രീൻ റാപ്പ് വെരി വെൽ. കൃഷ്ണമാരേട്ടൻ, അതിനകത്ത് പ്രധാനമായിട്ടും എനിക്ക് കൂടെ വരുന്ന സീൻസ് കൂടുതലും കൃഷ്ണമാരേട്ടൻ്റെ കൂടെയുള്ള 2-3 സീൻസ്. ഈ ശരിക്കും തിരിച്ചു വന്നിട്ടുള്ള ആ പെർഫോമൻസ് കുറച്ച് നാളെ ഇപ്പോൾ തമിഴിലൊക്കെ പോയിട്ട് വന്നതിൻ്റെ ഒരു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ബിജു മേനോൻ ഓഫ് കോഴ്സ്. ബിജു ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പക്ഷേ സ്വന്തം ചേട്ടനെ പോലെയാണ്. എന്ന് വെച്ചാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബിജു ചേട്ടൻ ആദ്യം വിളിക്കുന്നതും എന്നെയാണ്. ദുബായിലൊക്കെ വരികയാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഞാൻ പോയി ഇറങ്ങി അവിടെ തന്നെ പോയി കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര നമ്മുടെ മുന്നിലൊരു ഭയങ്കര നല്ലൊരു റാപ്പോ വെളിയിലും ഉണ്ട്. ബിജു മേനനുമായിട്ടുള്ള ഒരു സ്ക്രീനിൽ ഒരു പക്ഷേ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരുമിച്ച് അഭിനയിക്കുന്നത്. ദാറ്റ് വാസ് ഗ്രേറ്റ്. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ കോ-സ്റ്റാർസ് എന്ന് പറയാനായിട്ട് എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ തന്നെ 7th അഭിനയിച്ച 2 പേര് ഈ സിനിമയിലുണ്ടായിരുന്നു. ഒന്ന് അമീർ ഡിഡ് ഫുൾ ലെങ് ക്യാരക്ടർ ലാലേട്ടൻ്റെ കൂടെ ഉള്ള. അപ്പോൾ അമീർ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു പഴയ കോഴിക്കോട് 7th നമ്മൾ കോഴിക്കോട് തന്നെ മൊത്തം തിരിച്ചു വെച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ളൊരു 8 പേരുടെ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ. അപ്പോൾ അമീർ വാസ് ദെയർ. പിന്നെ ജോജു ഡിഡ് പിവറ്റൽ ക്യാരക്ടർ എന്ത് ജോജു ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സെറ്റിൽ ഇങ്ങനത്തെ ഒരു അടുപ്പമാണ് നമ്മളെ മൊത്തമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അപ്പം മ്യൂസിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഇപ്പം അത് പാടില്ല. ഓക്കെ, അപ്പോൾ അതെനിക്ക് വേറൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചത്. നമ്മൾ ഡയമണ്ട് നെക്ലേസിന്റെ ഇത് വെച്ചിട്ടാണ്. ആക്ച്വലി ദുബായിൽ അങ്ങനെ ഒരു ഫ്ലാറ്റ് ഉണ്ടോ? ബുർജ് ഖലീഫയിലെ ഒരു മുതല ബുർജ് ഖലീഫയിലെ ഫ്ലാറ്റ് അങ്ങ് പറഞ്ഞാൽ നമുക്ക് അവിടെ ദുബായ്ക്കാരുടെ സ്വപ്നമല്ലേ. ബുർജ് ഖലീഫയിലെ ഫ്ലാറ്റും ഇല്ല, അങ്ങനത്തെ ഒരു പെണ്ണിനെ അല്ല കിട്ടിയത്. ശരിക്കും എൻ്റെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ദുബായ് സിലിക്കോൺ ഓയസിലാണ്. ഡയമണ്ട് നെക്ലേസിന് വളരെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറായിട്ട് വന്നായിരുന്നു ഫ്ലാറ്റ്, ഒരു ടേണിംഗ് പോയിന്റ്. അതെ, ആ ഫ്ലാറ്റ് ആണ് ശരിക്കും ഡയമണ്ട് നെക്ലേസിലെ ഹൈറ്റ്സ് എന്നുള്ള സിംബലൈസേഷൻ മുഴുവൻ ബുർജ് ഖലീഫയാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഫ്ലാറ്റ് ആണ് പ്രധാനപ്പെട്ട കഥാപാത്രം, കഥാതന്തു. നെക്സ്റ്റ് ഇപ്പം റിലീസ് ആവാനിരിക്കുന്നത് ഈ വരുന്ന 27 സെപ്റ്റംബർ 27 റിലീസ് ആവുന്നു. ബാങ്കിങ് hours 10 to 4. Yet again a very good character. കെ മധു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി.
ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല, ഇപ്പം സംസാരിച്ച് വെച്ചിരിക്കുന്ന പ്രോജക്ട്സ് ഉണ്ട്, അതൊന്നും അനൗൺസ് ചെയ്യാറില്ല. ബട്ട് നെക്സ്റ്റ് പ്രോജക്റ്റ് വുഡ് ബി നവംബറിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ പേര് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിസ് മൈറ്റ് ബി വൺ ഓഫ് ദ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ്സ്. ബെബ്കോ എന്നാണ് പടത്തിൻ്റെ പേര്, BEVCO, ബെബ്കോ. അപ്പോൾ ബെബ്കോ എന്ന് പറയുന്ന പടം, അതിനകത്ത് 3 ഹീറോസാണ്. 3 ഹീറോസ് ആക്ച്വലി ഒരു മെയിൻ ഹീറോ ആൻഡ് 2 സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ്. ഇതൊരു കോവളം ബാക്ക്ഗ്രൗണ്ട് ആക്കി, ട്രിവാൻഡ്രം കോവളം ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടുള്ള ന്യൂ ജനറേഷൻ എന്ന് വേണേൽ വിളിക്കാം. ഒരു വളരെ റിയൽ ടൈം സ്റ്റോറി എന്നൊക്കെ പറയാവുന്ന ഒരു സബ്ജക്റ്റാണ്. വളരെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് റെലവൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. ആൻഡ് ഇറ്റ്സ് ഡൺ ബൈ എ ന്യൂ കമർ, ജീൻ മാർക്കോസ് എന്നാണ് പേര്. അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ആൻഡ് ദ സ്റ്റോറി ഹാസ് ഇംപ്രസ് മീ സോ ഡാം വെൽ. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ഈ ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണെങ്കിലും ആ പടം ചെയ്യാമെന്നുള്ള ധാരണയിലാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റോറി, നല്ല രസമുള്ള സ്ക്രിപ്റ്റാണ്, ഭയങ്കര റേസി ആണ്, ഒരു ഹ്യൂമർ ത്രില്ലർ എന്ന് പറയാവുന്ന രീതിയിലുള്ള സബ്ജക്റ്റാണ്. ദാറ്റ് വിൽ ബി മൈ നെക്സ്റ്റ്. അപ്പം റൺ ബേബി റൺ ഇനി കാണാൻ ബാക്കിയുള്ള വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? തീർച്ചയായും പോയി കാണണം. പൈററ്റഡ് CD-ക്കായിട്ട് വെയിറ്റ് ചെയ്യരുത്, എത്രയും വേഗം പോയി കാണണം. ഡൗൺലോഡ് ചെയ്ത ടോറൻ്റൊക്കെ ഡൗൺലോഡ് ചെയ്താലുള്ള പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞല്ലോ, അമൽ നീരത് പറഞ്ഞില്ലേ. അപ്പോൾ എന്തായിരുന്നാലും സോ പ്ലീസ് ഗോ വാച്ച് ഇറ്റ് ഹിയർ ഇൻ ദ തിയേറ്റർ നിയർ യു. എല്ലാം നല്ല ഒരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ 15 മിനിറ്റ് എങ്ങാണ്ടുണ്ട് പടം. ആ ഒരു 2 മണിക്കൂർ 15 മിനിറ്റും ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാതെ ലാലേട്ടനെയും അമലയും പിന്നെ നമ്മളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു പടം. ഗോ വാച്ച് ഇറ്റ്. V-Guard Movie Buzz will be right back after a short break. Stay tuned.